ഈ കാണുന്ന 3 കഷ്ണം മീൻ കൊണ്ട് തയ്യാറാക്കിയെടുത്ത നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. വേറൊന്നുമല്ല, ഫിഷ് കട്ട്ലേറ്റ് ആണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. നിങ്ങൾക്ക് അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, എന്നാലും ഏറ്റവും രുചി കിട്ടുന്നത് നെയ്മീനായിരിക്കും. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മീൻ കഷ്ണങ്ങളിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ഇനി ഈ മീൻ കഷ്ണങ്ങൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുള്ള് ഉള്ളതെല്ലാം മാറ്റി പൊടിച്ച് വയ്ക്കാം. ഇതാണ് വേണ്ട ചേരുവകൾ. അപ്പോൾ കുരുമുളകൊന്ന് ചതച്ച് വയ്ക്കുക, ബാക്കിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് പൊടിച്ച് വയ്ക്കണം. ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3ഓ 4ഓ എടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് അളവ് സൂക്ഷിച്ച് വേണം ചേർക്കാൻ. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ഉരുളക്കിഴങ്ങിൽ മസാല എല്ലാം പിടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച് വെച്ച ആ ഒരു കുരുമുളകുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ട്ലറ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ചതച്ച കുരുമുളക് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. പകരം പൊടി ചേർക്കാത്തതാണ് നല്ലത്. ഇനി ഉള്ള മുള്ളെല്ലാം മാറ്റി കൈകൊണ്ട് തന്നെ പൊടിച്ച് വെച്ച ആ മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്മീന് പകരം ചൂരയാണ് ചേർക്കുന്നതെങ്കിൽ ചൂരയുടെ ആ കറുത്ത ഭാഗമൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാവൂ. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് പോരാന്നാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മിക്സൊക്കെ റെഡിയായി. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് ചൂട് പോയി കഴിയുമ്പോൾ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഈ മസാല കൊണ്ട് 2 തരത്തിലുള്ള കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യത്തേത് ബ്രെഡ് ക്രംസ് ഒന്നും കുഴച്ച് ചേർക്കാതെ ഇതേപോലെ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊന്ന് ഇങ്ങനെ മുക്കിയതിന് ശേഷം ബാക്കി ബ്രെഡ് ക്രംസ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ബ്രെഡ് ക്രംസ് എടുത്തിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഫിഷ് കട്ട്ലേറ്റ് റെഡിയായി. 6 കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന കുറച്ച് മസാലയിൽ ഞാൻ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കോൺഫ്ലവർ കലക്കിയത് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസും കൂടെ കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്ത അടുത്ത സെറ്റ് കട്ട്ലേറ്റാണ് ഈ കാണുന്നത്. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.